ഹലോ, ആ ദാസേട്ടാ, ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ അടയാളെല്ലാം കറക്റ്റാണ്. ആ ആ അതെ, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ വളവ് കഴിഞ്ഞു പാടും. ആ സ്റ്റെപ്പ് കയറി പോന്ന വീട്. ആ 2 വീടുണ്ട് സ്റ്റെപ്പ് കയറി പോന്നെ. ആ ഓടിട്ട വീട്. ആ ആ അതെ അല്ലേ. ആ ആടെ ഇപ്പം ആളുണ്ടാവൂലേ? ആ അല്ല, പുറത്താരും കാണുന്നില്ല. ആ ഞാൻ മാറിപ്പോയോന്നറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം നിങ്ങള്. ആ ഒന്ന് വിളിക്കുമ്പോൾ എടുക്കണേ. അല്ല, നേരത്തെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ എടുത്തില്ല. ആ ആ ഇവിടെ മാർക്കറ്റ് അത്ര അത് തോന്നുന്നില്ല നിങ്ങൾ പറഞ്ഞ വിലയൊന്നും അത് കിട്ടുമോ. ആ ഒരു ഉള്ളേറിയാന്ന്. ആ ആ ഞാൻ നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ആരും ഇല്ലേ? ഹലോ, ഒന്ന് പുറത്തേക്ക് വരുവാ. ആരേനു? നിങ്ങളെ വീടാ ഇതല്ലേ? നിങ്ങൾക്ക് അന്നെ ഓർമ്മയുണ്ടാ? ശരിക്കും ഓർമ്മിച്ചോക്ക്. പൊന്നു പെങ്ങൾ, ഇങ്ങളൊന്ന് ഇറങ്ങിപ്പോ. ഞാൻ പോകാം. നിങ്ങൾ തീരുമാനം എന്താന്ന് പറ. എനിക്ക് 50,000 രൂപ വേണം. 5 ദിവസം കാലാവധി തരും. നിങ്ങളെ ഫോൺ നമ്പർ കൊണ്ടാ ഞാൻ വിളിക്കാം നിങ്ങളെ. ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്തിന് നിങ്ങളോട് ഞാൻ ചെയ്യുന്നതിന്? ഞാൻ വന്ന വേറൊരു കാര്യത്തിനാ. പക്ഷെ എന്തായാലും നിങ്ങളെ കണ്ട നന്നായി. നിങ്ങൾ എന്നും ഒരിക്കൽ കാണണം ഞാൻ വിചാരിച്ചതാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്നാ വേണ്ടേ? നിങ്ങൾ എനക്ക് ഓർമ്മയില്ലല്ലോ. മുഖാമുഖം കടിച്ചു വരിങ്ങാക്കാൻ ഓർമ്മയില്ല അല്ലേ? ഓർമ്മയുണ്ടാവില്ല, കാരണം ഒരുപാട് ആളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവല്ലോ. അതെന്തോ ആകട്ടെ, അത് നിങ്ങളെ ജീവിതം. ഞാനത് മറന്നതാ. പക്ഷെ മുഖാമുഖം ഇങ്ങനെ കണ്ടതുമില്ലേ. എനക്കൊന്നും പറയാനില്ല നിങ്ങളോട്. അതുകൊണ്ട് ഞാൻ പോന്നു. ഇത് സ്ഥലവും വീടും ഒന്ന് കച്ചവടമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടാണ് ദാസാട്ടം മറട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവരോട് പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. പോയിന് മറ്റു കാര്യമൊന്നും പറയണ്ട. എന്തായാലും അത് ഈ അടഞ്ഞ അധ്യായാണ്. എന്നാ ശരി. എന്നാ എനിക്ക് പറയാനുള്ള കൂടെ ഒന്ന് കേക്ക്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആയി. ഇല്ല, ഞാൻ കള്ളത്തിനും പറഞ്ഞില്ല. നിങ്ങൾ എനിക്ക് മനസ്സിലാകായിട്ടല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയി. അതെന്റെ തെറ്റ് തന്നെയാ. എന്റെ ഭർത്താവിന്റെ ഒരു ഓപ്പറേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ കള്ളത്തിനും വലിയൊരു കള്ളത്തിനും ചെയ്ത. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം, നിങ്ങളെ കാര്യങ്ങൾ എനിക്ക് അറിയായിട്ടല്ല. പക്ഷെ അന്ന് സാഹചര്യത്തിനൊക്കെ ചെയ്യേണ്ടി വന്നു. ആ ചെയ്തിട്ടും എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയില്ല ചേട്ടാ. പോണ്ട ആള് പോയി. ഇപ്പൊ ആകെ ഉള്ളത് കൂട്ടി കുറച്ച് കടം മാത്രാ. നിങ്ങളെ എങ്ങനെയെങ്കിലും ഞാൻ ഈ സ്ഥലവും വീടും വിറ്റിട്ടാകുമ്പോഴും ആ ഒരു പൈസ നിങ്ങൾക്ക് എത്തിച്ചേരണം തന്നെ വിചാരിച്ചിട്ട് തന്നെ നിൽക്കുന്നേ. അത് തന്നിട്ടേ ഞാൻ മരിക്കൂ. പക്ഷെ ഇപ്പത്തെ സാഹചര്യം അതാ. എനിക്ക് ഈ വീടിന്റെ കച്ചവടം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഞാൻ തീർത്തു തരും. ഒരുപാട് കടം എനിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലാവും. നിങ്ങളെ അവസ്ഥ എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് ആ പൈസ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാടില്ലേ, അത് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ അന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിൽ എന്നെ സമൂഹം കാണുന്നൊരു നിങ്ങൾ ചിന്തിച്ചു നോക്കിനാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ വിശ്വസിക്കുന്നതാ പലരും മനസ്സില്ലാത്ത ആളാണ്, ആരും സഹായിക്കാനില്ലാത്ത ആളാണ്. മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് ആളുന്നുണ്ട്. പക്ഷെ നമ്മൾ തുറന്നു പറയണമെന്നേ ഉള്ളൂ. ഒരു കള്ളത്തരം കാണിക്കാൻ ആർക്കും സാധിക്കും. പക്ഷെ അത് പിന്നെ എപ്പോഴും നമ്മളെ എന്താ പറയുക, നിങ്ങളെ പിന്നെ ആരും വിശ്വസിക്കൂല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് അന്ന് ആ സമയത്ത് എൻ്റെ പൈസ ഉപകാരപ്പെട്ടു എന്ന്. പക്ഷെങ്കിൽ എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് അതിനെക്കൊണ്ടും നിങ്ങളെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് 2 പെങ്ങന്മാർ. എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. എന്തായാലും ഈ വീടും സ്ഥലം വെക്കുന്ന കാര്യമല്ലേ, അത് നിങ്ങളിപ്പോൾ ചിന്തിക്കണ്ട. വിൽക്കാൻ വേഗം കഴിയും. പക്ഷെങ്കിൽ അതുപോലെ തിരിച്ച് നമുക്കൊന്ന് പടുത്തു വരുത്താൻ വലിയ പാടാണ്. പഴയ വീടാങ്ക് വിട്ടേ ഓരോ ഓർമ്മകളെല്ലാം ഉണ്ടാവുമല്ലോ. പതിയെ മതി. കടങ്ങളെല്ലാം വീടും. സഹായിക്കാൻ ഒരുപാട് ആളുണ്ടാവും. നമുക്ക് വിചാരിക്കലാണ് നമ്മളെ ആരും ഇല്ല. ഒരാങ്ങളെയും കൂടി ഉണ്ട് എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ വരാം കേട്ടാ. നമ്മളെ വീട് വാങ്ങാൻ വന്നയാളാ? അല്ല മോളെ, അമ്മ ഇപ്പം പറയില്ലേ ദൈവമില്ല ദൈവമില്ല. ദൈവം മനുഷ്യന്റെ രൂപത്തിലാ മോളെ വരുക. ആ ദൈവം ഇപ്പൊ പോയെ. നമ്മളിനി വീടൊന്നും വെക്കുന്നില്ല കേട്ടാ. നമ്മളിവിടെ തന്നെ നിൽക്കും. എല്ലാ പ്രശ്നവും മാറും. മോള് പോയി പഠിച്ചു.